ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ സോസേജ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോസേജ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. സോസേജ് ഞാൻ ഇതുവരെ ലൈഫിൽ കണ്ടിട്ടല്ലാണ്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് കാണുമ്പോൾ പല തരത്തിലുള്ള ഡൗട്ടുകളുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒരു ചെറുതായിട്ടുള്ളൊരു കവർ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുള്ള അത് കഴിച്ചിട്ടാണോ നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ അത് കൂടെ കഴിക്കുമോ, അതിൻ്റെ പുറം നല്ല കുറേ ഡൗട്ടും കാര്യമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമല്ലേ, അപ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട്. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ സോസേജ് കൊണ്ട് എന്താ ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു റെസിപ്പി കിട്ടിയത്. അപ്പോൾ സോസേജ് നമ്മൾ പീസാക്കിയിട്ട് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മാവിലിട്ടിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാലും കുറച്ച് ഡിഫറെൻ്റായിട്ട് തോന്നി. നോർമലി സോസേജ് വെച്ചിട്ട് ചെയ്യുന്നതെല്ലാം ഒരേ തരത്തിലുള്ള ഡിഷസാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം നോക്കാമെന്ന് വിചാരിച്ച്. ഇതിൽ മൈദ എടുത്തിട്ടില്ല, കോൺഫ്ലവർ പിന്നെ കടലമാവ്, അതിൽ മുളക് മഞ്ഞൾ മാത്രം മിക്സ് ചെയ്തിട്ട് ഒരു ഡിപ്പ് ഉണ്ടാക്കി. പിന്നെ നമ്മൾ റസ്ക് പൊടിച്ചതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ബ്രെഡ് പൊടിച്ചതാലും പ്രശ്നമില്ല. അപ്പോൾ ആദ്യം നമ്മൾ മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം റസ്ക് പൊടിയിലേക്ക് കോട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒരു 15 മിനിറ്റ് കൊണ്ടല്ലോ ഉണ്ടാക്കാൻ പറ്റിയ സംഭവം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഓവറായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഹാഫ് വെന്തിട്ട് വരുന്ന ബോയിലായിട്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വെച്ച്, പക്ഷേ എനിക്കിതിൻ്റെ ഒരു ഫ്രൈ ചെയ്തതിന് ശേഷം കഴിക്കാൻ കുഴപ്പമില്ല. എന്നാലും ഇനി ഞാൻ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഭയങ്കരമായൊരു സോഫ്റ്റ്നെസ്സാണ് ഈ ഒരു മീറ്റിന് വന്നിട്ടുള്ളത്. ഭയങ്കര സോഫ്റ്റ്നെസ്സാണ്. പക്ഷെ അത് കഴിക്കുമ്പോൾ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും എനിക്ക് അത്ര നന്നായിട്ട് ഇഷ്ടമായില്ല. എന്നാലും ഇത് സോസേജ് ഇഷ്ടമുള്ളവർ സോസേജ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ടുവരുന്നത് സോസേജ് അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് കഴിക്കുക, അല്ലെങ്കിൽ സാൻഡ്വിച്ചിൽ ഫില്ല് ചെയ്തിട്ട് കഴിക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മീറ്റ് ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും ഒരു ആവറേജ് ടേസ്റ്റ് മാത്രമേ ഇതിന് കിട്ടുമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എൻ്റെ ഈ ഒരു സോസേജ് വെച്ചിട്ടുള്ള ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.